ഏത് മാർഗം ഞാൻ സ്വീകരിക്കണം പറയൂ അമ്മാവ. നിനക്ക് മുമ്പ് നല്ലൊരു വഴി പറഞ്ഞുതരാം. ഒരു വാലോട് വെച്ചിട്ട് നേരെ ലങ്കയിലേക്ക് പോകും. ഞാൻ എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ എന്റെ ആലീസിനോടൊപ്പം മാത്രം. അങ്കിൾ എന്നെ അനുഗ്രഹിക്കൂ, ഒരു മരുമകനായി സ്വീകരിച്ചകത്തേക്ക് ആനയിക്കൂ. വിടില്ല, ഈ കാലിൽ വേണം. കാലാണ് ആലീസേ, ആരൊക്കെ എതിർത്താലും ഏത് ഗുണ്ടകളെ തടഞ്ഞാലും ഞാൻ നിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യും. അല്ലെങ്കിൽ എന്റെ പേര് തോമസ് കെ നായർ എന്നല്ല, രക്തചാമുണ്ടിയാണ് സത്യം, ശ്രീഭദ്രകാളിയാണ് സത്യം, ഗീവർഗീസ് പുണ്യാളനാണ് സത്യം. സത്യമേവ ജയതേ. നിങ്ങൾ അവളെ കണ്ടിരുന്നു? ആരെ? നമ്മുടെ ആലീസിനെ. അവക്കടെ പേര് വീട്ടിൽ മുണ്ടിപ്പോകരുന്നു. ഇപ്പൊ അവ നമ്മുടെ ആരുമല്ല. ഇത്രയും നാള് താലോലിച്ച് വളർത്തിയിട്ട് മോളും നമ്മുടെ ആരുമല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരണം? എനിക്ക് അവളെ കാണണം. പ്രസവിച്ചതല്ലെങ്കിലും ഇത്രയും നാള് ഞാനല്ലേ വളർത്തിയത്. മുന്നിനെ കാണണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞാലും അവളെ കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ലടി. പക്ഷേ പൊന്നിനെ നമ്മ മറക്കണം. പൊന്നിപ്പോ അവന്റെ മകളാണ്. ഉമ്മ അവളെ മറന്നേ പറ്റൂ. നമുക്ക് കർത്താവ് തന്നത് പെൺകൊച്ചിനെയല്ല ആൺകൊച്ചിനെയാണ് എന്ന് കരുതി സമാധാനം. പിടിച്ചോണ്ട് വാടാവനെ അങ്ങോട്ട് വീട്ടിൽ എന്തിനാണ് നീ രാത്രിയിലൂടെ വന്നത്? അടിയനോടുള്ള പക തീർക്കാൻ അങ്ങനെ കൊല്ലല്ലേ അതിനോട് വന്നേക്കുന്നത്? മോനെ കുഞ്ഞു പറയതേ, അസമയത്ത് വീട്ടുവളപ്പിക്കാര് വരുന്ന ഒടിച്ചിപ്പട്ടികളെ അടിച്ചോടിക്കുന്ന സ്വഭാവമാണല്ലോ നമ്മക്കുള്ളത്. ഏതായാലും മോനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒന്നിനെ കാണുന്നത്. അതുകൊണ്ട് മോന്റെ കൈ കൊണ്ട് തന്നെ അങ്ങ് തല്ലി ഓടിക്ക്. അടിക്കടാ, അടിക്കാൻ അടിക്കാൻ പറയണിയാ, അടിക്കടാ. വേണമെങ്കിലും എന്നിൽ അവകാശം സ്ഥാപിക്കാം. പക്ഷേ ഈ നിൽക്കുന്ന എന്റെ അച്ഛനാ, ഈ നിൽക്കുന്ന എന്റെ അപ്പച്ചനും. ഇവല്ലാർക്ക് നൊന്താലും എന്റെ മനസ്സ് വേദനിക്കും. എന്തിനാ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കൃഷ്ണ, അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കരുതായിരുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. നീ ഇപ്പൊ അവർ അച്ഛന്റെ മകനാണെന്നുള്ള കാര്യം അച്ഛൻ മറന്നുപോയി. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. എന്റെ അപ്പച്ചനാണ് അവൻ തല്ലിയത്. ഞാൻ അവനെ വെറുതെ വിടൂല. അപ്പ ഞങ്ങൾ അവനെ വെട്ടി നോക്കിയിട്ട് വരാം. പറ്റുകയില്ല. ബലം കൊണ്ട് നമ്മക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. നമ്മ ബുദ്ധി ഉപയോഗിക്കണം. യുദാസിന്റെ ബുദ്ധി. അപ്പൻ എന്താണ് ഈ പറയുന്നത്? എടാ മക്കളെ,
ഇപ്പൊ നുമ്മ പറയണ